കണക്കായിട്ട് നോക്കാം. ഞാൻ പറയണില്ല, നിങ്ങൾക്കത് കണക്കാണ്. പക്ഷെ ഇത്ര നാളും ഞങ്ങൾ അനുഭവിച്ചു വന്ന ജീവിതം എന്താണെന്നറിയും? 26 വർഷത്തിനോട് ഞങ്ങൾ അനുഭവിച്ചെങ്കിലും പുറലോകത്ത് ചിരിച്ചിട്ട് എന്നെ നിന്ന്. പിന്നെ ദാരിദ്ര്യം പറഞ്ഞ വേണ്ടിയിട്ട് നീ ഒന്ന് കൊടുന്നിട്ടില്ലല്ലോ എൻ്റെ വീട്ടിലേക്ക്. ഹായ്, ഇന്ന് നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് കരുതിയതല്ല. പക്ഷെ ഇന്ന് ഈ അച്ഛനും അമ്മയും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് സങ്കടമായി പോയിട്ടോ. അപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യണം തന്നെ എനിക്ക് ഒരു വാശിയായി. ചെയ്യണം എന്നൊരു തോന്നലല്ല, ഒരു വാശി തന്നെയായി. വേറെ ഒന്നുമല്ല, കുറച്ചധികം ചാനലുകളെ പേര് ഈ അച്ഛനും അമ്മയും അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അത്തരം ചാനലുകളുണ്ടല്ലോ യൂട്യൂബിൽ. യൂട്യൂബ് സത്യത്തിൽ നമ്മളൊരു വരുമാനത്തിന് തുടങ്ങുന്നതാണ് സംഭവം, ശരിയാണ്. പക്ഷെ മറ്റുള്ളവരെ കുത്തി നോവിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ട് ആ കിട്ടുന്ന വരുമാനത്തിൽ എന്ത് തൃപ്തിയാണുള്ളത്? എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങനെ വെറുതെ ഈ ഒരു സംഭവം ഇവരെ വീട്ടിൽ നടന്നിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ. രണ്ടാമത്തെ മകള്, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം കേട്ടോ, രണ്ടാമത്തെ മകള് വിവാഹം നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുള്ള പയ്യന്റെ കൂടെ തന്നെ പോയി വീട്ടുകാരറിയാതെ കല്യാണം കഴിച്ചു. അതിൽ ഇപ്പോൾ വലിയ തെറ്റായിട്ടൊന്നും ഇപ്പോൾ അതിൽ പറയാനില്ല കേട്ടോ. കാരണം 2 വീട്ടുകാരും കൂടി ഇഷ്ടപ്പെട്ട് നിശ്ചയിച്ചു. ഇന്നത്തെ ജനറേഷനാണ് ഇതുപോലുള്ള പലതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ അച്ഛനെയും അമ്മനെയൊക്കെ കുറേ കുറ്റപ്പെടുത്തിയിട്ടും ഇവർ വ്യൂസിനും വേണ്ടിയിട്ട് ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്നൊക്കെ കുറേ ആൾക്കാർ, അത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു ചാനലിൽ പറയുന്നുണ്ട്, ചാനൽ ഏതാണെന്ന് ഞാനിവിടെ പറയുന്നില്ല, ചാനലിൽ പറയുന്നുണ്ട് ഇവർ കണ്ടന്റിന് വേണ്ടിയിട്ട് കൂടുതൽ വ്യൂസ് കിട്ടാൻ വേണ്ടി, വീഡിയോ റീച്ച് ആവാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്നൊക്കെ പറയുന്നുണ്ടോ. ഏത് അച്ഛനും അമ്മയോടും സ്വന്തം മക്കൾ ജീവിതം വെച്ചിട്ട് വീഡിയോ റീച്ച് ആക്കുക? നിങ്ങളൊക്കെ അങ്ങനെയാണോ? ആ അമ്മയും അച്ഛനും ഇന്ന് മനസ്സ് തകർന്ന് അവരുടെ ജീവിതമൊക്കെ പറയുന്നത് കേട്ടാൽ ആർക്കത് സഹിക്കാൻ പറ്റുക? നമ്മളെ വീട്ടിലും ഇല്ലേ അച്ഛനും അമ്മയും ഒക്കെ? നമ്മൾ ഈ പറയുന്ന യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, ഇവരച്ഛനും അമ്മയും ആയിക്കണോ അല്ലെന്നൊന്നും നമുക്കറിയില്ല. നാളെ പിറ്റേന്നായിട്ടില്ലെങ്കിൽ നാളെ പിറ്റേന്നാവൂലേ? എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരെ കുത്തി നോവിച്ച്? ഞങ്ങളെ നാട്ടിൽ ഇതിന് പറയല് വീണ് കെടുക്കണവരെ കുത്തുമെന്നാണ്. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ വരുമാനം? യൂട്യൂബ് നിങ്ങളിപ്പോൾ വ്യൂസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വീഡിയോ റീച്ച് ആവാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും. ഞാനിങ്ങനെ പ്രതികരിക്കണം, നമ്മുടെ ചാനലിൽ ഇങ്ങനെ പ്രതികരിക്കണം എന്ന് കരുതിയതേ അല്ലായിരുന്നു കേട്ടോ. ഇന്ന് ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അവർ ജീവിച്ചു വന്നിട്ടുള്ള സാഹചര്യങ്ങൾ എത്രയോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് അവർ ഇതുവരെ എത്തിയത്. അവരെ ഈ മക്കളെ ചികിത്സിച്ച കാര്യങ്ങളും അതുപോലെ മക്കള് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങളും അങ്ങനെ പലതായിട്ട് അവരെ വ്ളോഗിൽ കാണിക്കാറുണ്ട്. അതിനൊക്കെ ചൊല്ലിയിട്ട് ആൾക്കാർ കണക്ക് പറയാന്ന് പറഞ്ഞു. നമുക്കുണ്ടല്ലോ അച്ഛനും അമ്മയും, നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവർ കണക്ക് പറയാറുണ്ടോ? അത് അവരുടെ ജീവിത സാഹചര്യം എങ്ങനെയെന്ന് മറ്റുള്ളവരോട് പറഞ്ഞേന്ന്, അല്ലാതെ അത് കണക്ക് പറച്ചിലല്ല. ഇന്ന് അച്ഛനും അമ്മയും ഇട്ട വീഡിയോയിൽ ഒരുപാട് കരഞ്ഞു പറയുന്നുണ്ട് മക്കൾക്ക് അസുഖങ്ങൾ ബാധിച്ചതും. ആ അമ്മയുടെ ശരീരത്തിൽ 10 ഓപ്പറേഷനായിട്ട് നടന്നിട്ടുണ്ട്. ഒരു സമാധാനവും സ്വസ്ഥതയില്ലാത്ത ജീവിതമായിരുന്നു അവരത്. സ്വന്തം മക്കൾക്ക് അത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരിക എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ? ഞാൻ അസുഖം എന്താണ് ഏതാതൊന്നും കൂടുതലായിട്ട് പറഞ്ഞില്ല, കാരണം ഇവരെ വീഡിയോ ഒരുവിധം എല്ലാവരും കാണണം, എല്ലാവർക്കും അറിയാം. അപ്പം ഈ മകള് RCCയിലായിരുന്നു. അവർ 5 വർഷത്തോളത്തെ അവിടെ നിന്നെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്തോ അസുഖം എന്തോ ആവട്ടെ, ഇനിയൊരു ചെറിയൊരു പനി വന്നാൽ പോലും, മക്കൾക്ക് ഒരു ചെറിയ പനി വന്നാൽ പോലും അച്ഛനും അമ്മയും എത്രത്തോളം വിഷമിക്കുന്നുണ്ടാവുമെന്ന് അറിയോ? അപ്പോൾ ഇത്ര വലിയ അസുഖങ്ങളൊക്കെ വരുമ്പോൾ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമുണ്ടോ? അവരവരുടെ സങ്കടങ്ങൾ, അവർ ജീവിച്ചു പോയ കാര്യങ്ങൾ, മക്കളെ ഇങ്ങനെ വളർത്തി ഈ നിലയിൽ ഞങ്ങൾ എത്തിയതെന്നൊക്കെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ്, അല്ലാതെ അത് കണക്ക് പറയല്ല. അവരതൊരു സാധാരണ കുടുംബമാണ്, വലിയ റിച്ച് ഫാമിലി ഒന്നുമല്ല. നമ്മളെപ്പോലൊക്കെ ഒരു സാധാരണക്കാരാണ്. നമ്മളെപ്പോലെ ഞാനൊരു സാധാരണക്കാരിയാട്ടോ. അപ്പം നമ്മളെപ്പോലൊക്കെ എന്നെപ്പോലൊക്കെ ഒരു സാധാരണ കുടുംബമാണ് അവരുടെ കുടുംബം. അപ്പം ഞങ്ങളെ വീട്ടിലൊക്കെ സാധാരണ ഇപ്പം മക്കളെ നമ്മൾ ഡോക്ടറെ കാണിക്കും, അല്ലാതെ എന്തെങ്കിലും നമ്മൾ പുറത്ത് പോയി വന്നാലൊക്കെ വീട്ടിൽ പറഞ്ഞിട്ട് ഇന്നിപ്പോൾ ഇത്ര പൈസ ആയി എന്നൊക്കെ നമ്മൾ വീട്ടിൽ സാധാരണ നമ്മൾ പറയുമല്ലോ. അതൊന്നും കണക്ക് പറച്ചിൽ കൂട്ടാൻ പറ്റൂല. അത് ഇത്രയായി, നമ്മളൊരു വരവ് ചെലവ് എങ്ങനെയായാലും ഒരു വീട്ടിലുണ്ടാവും. അപ്പം അവരൊരു യൂട്യൂബ് ചാനലാണ്, അവരെ വീഡിയോ, അവരെ വ്ളോഗൊക്കെ നമ്മളെ മുന്നിൽ കാണിക്കുന്നുണ്ട്. അവർ വീട്ടിലെന്തെല്ലാം നടക്കണമെന്നൊക്കെ. അതിൻ്റെ ഇടയിൽ അവർ പറയണതാണ് അതെല്ലാം, അല്ലാതെ അത് മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ചെലവാക്കിയ കണക്കാണെന്നൊന്നും
അവർ പറഞ്ഞിട്ടില്ല. ആ അച്ഛന് ആരോഗ്യമുള്ള നല്ലൊരു ആ അച്ഛൻ്റെ യൗവനകാലത്ത് ഈ മക്കൾക്ക് ഒരുപാട് 2 മക്കൾക്കും നല്ല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരാൾക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖം ഉണ്ടായിട്ടുണ്ട്, ഈ മോൾക്ക് അതുപോലെ തന്നെ RCCയിലൊക്കെ ആയിരുന്നു. അത് ആ അച്ഛൻ്റെ സമ്പാദ്യം അങ്ങനെയൊക്കെ കുറേ ആയിക്കണമെന്നാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഒരുപാടൊന്നും പറയാനില്ല കേട്ടോ. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന പ്രേക്ഷകരുണ്ടല്ലോ ഒന്ന് മനസ്സിലാക്കണം എന്ന് കരുതി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ വേറൊരു ഉദ്ദേശം വെച്ച് പറഞ്ഞതല്ല. കാരണം അവരൊരു ദയനീയ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. അവരാ ഒരു വീഡിയോ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കണം. അപ്പം അറിയാം നിങ്ങൾക്ക് അവരാ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ. ഇനി ഞാൻ അവരെ വീഡിയോ പോയി കണ്ടു നോക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് റീച്ച് കൂടാൻ വേണ്ടിയിട്ടോ വ്യൂസ് കൂടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വ്യക്തിപരമായിട്ട് അവരെ അറിയൂ പോലുമില്ല. ഞാൻ പറഞ്ഞ് അറിയണേലും നല്ലത് നിങ്ങൾ നേരിട്ട് പോയി കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടാട്ടോ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. ഇനിയും വലിച്ചു നീട്ടി ഒരുപാടൊന്നും പറയാനില്ല. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ എന്നൊന്ന് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി, കൂടുതലൊന്നും ചിന്തിക്കേണ്ട. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ വീഡിയോ. പ്രത്യേകിച്ചൊന്നും നമുക്ക് പറയാനില്ല. ഇനി ഇതെല്ലാം കേട്ടിട്ട് നിങ്ങളുടേതായ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, അതൊന്നും നിങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക.